അമേരിക്കയുടെ അഭിമാന വിമാനങ്ങൾ തകർന്നു വീഴുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ അമേരിക്ക ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തായ B-52 ബോംബർ വിമാനം തകർന്നു വീണ് 8 പേർ മരിച്ച വാർത്ത അത്യന്തം ദുഃഖകരം തന്നെയാണ്. തെക്കൻ കാലിഫോർണിയയിലെ മൊജാവെ മരുഭൂമിയിലുള്ള എഡ്വേർഡ് US വ്യോമതാവളത്തിൽ നിന്ന് പതിവ് പരിശോധനാ ദൗത്യത്തിനായി പറന്നുയർന്നതിന് പിന്നാലെയായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത്. വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായി US സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. വിമാനം നിർമ്മാതാക്കളായ ബോയിങ് കമ്പനിയിലെ ഉദ്യോഗസ്ഥരും സൈനികരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ തങ്ങളുടെ 2 ജീവനക്കാർ കൊല്ലപ്പെട്ടതായി ബോയിങ് കമ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ വിമാനത്തിന് തീപിടിക്കുകയും തകർന്നു വീഴുകയുമായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമായിട്ടില്ലെന്നും ഇതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം പൂർത്തിയാക്കാൻ 6 മാസം വരെ സമയമെടുത്തേക്കുമെന്നും US സൈനിക വക്താക്കൾ അറിയിച്ചു. അമേരിക്കൻ വ്യോമസേനയുടെ പക്കലുള്ള B-52 ബോംബർ വിമാനങ്ങളിൽ ആധുനിക റഡാർ സംവിധാനങ്ങൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ നിലവിൽ നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച അപകടത്തിൽപ്പെട്ട വിമാനം ഈ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. 1955 US സേനയുടെ ഭാഗമായ B-52 വിമാനങ്ങൾ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ്. വിയറ്റ്നാം യുദ്ധം മുതൽ ഇറാനിലെ സൈനിക ഇടപെടലുകളിൽ വരെ ഈ നിർണായക പങ്കുവഹിച്ച ചരിത്രമാണ് ഈ ഭീമൻ വിമാനത്തിന് ഉള്ളത്. എഡ്വേർഡ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ 8 ജീവനുകളുമായി ഈ ആകാശ രാജാവ് തകർന്നു വീണത് അമേരിക്കൻ സൈന്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് 18,000 കിലോ വരെ ബോംബുകളുമായി 18,500 കിലോമീറ്റർ നിർത്താതെ പറക്കാൻ ശേഷിയുള്ള ഈ കരുത്തൻ എങ്ങനെ തകർന്നു എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. ആധുനിക റഡാർ സംവിധാനങ്ങൾ മാറ്റി സ്ഥാപിക്കുന്ന പരീക്ഷണ പറക്കലിനിടെ ആണ് അപകടമെന്ന ചോദ്യത്തിന് US സൈന്യം കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ബോയിങ് കമ്പനിയുടെ 2 വിദഗ്ധർ ഉൾപ്പെടുന്ന വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും സംഭവ സ്ഥലത്ത് തന്നെ വെന്തു മരിച്ചു. ഭൂഗർഭ അറകളെപ്പോലും തകർക്കുന്ന മാരകമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള വിയറ്റ്നാം മുതൽ ഇറാൻ വരെയുള്ള യുദ്ധങ്ങളിൽ USന്റെ വജ്രായുധമായിരുന്ന ഈ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. സാങ്കേതിക തകരാറാണോ അതോ അട്ടിമറിയാണോ എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരമില്ല. പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാൻ 6 മാസം എടുക്കുമെന്നാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. ആകാശത്ത് അജയ്യനായി വാണ ഒരു യുദ്ധവിമാനത്തിന്റെ ഈ അപ്രതീക്ഷിത അന്ത്യം US പ്രതിരോധ മേഖലയ്ക്ക് നികത്താനാകാത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ US വ്യോമസേനയുടെ ഏറ്റവും വിനാശകരമായ ബങ്കർ ബസ്റ്റർ ബോംബുകളും ചർച്ചയാവുകയാണ്. ഇറാൻ പർവ്വതങ്ങൾക്കിടയിൽ നിർമ്മിച്ചിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണ നിലയമായ ഈ ഫെർദോ ആണവ നിലയം തകർക്കാൻ അമേരിക്ക സജ്ജമാക്കി നിർത്തിയിരിക്കുന്നതും ഈ മാരക ബോംബുകളാണ്. 13,608 കിലോഗ്രാം ഭാരവും 6.2 മീറ്റർ നീളവുമുള്ള ഈ ബോംബുകൾ ഉയർന്ന ബലമുള്ള സ്റ്റീൽ ആവരണത്താലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ 2,400 കിലോയോളം അതിശക്തമായ സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനത്തിന് 12 കിലോമീറ്റർ മുകളിൽ വെച്ചാണ് വിമാനത്തിൽ നിന്ന് ഇവ താഴേക്ക് ഇടുന്നത്. ബോംബിലുള്ള GPS റിസീവറും ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഉപഗ്രഹ സഹായത്തോടെ ലക്ഷ്യം തെറ്റാതെ ഇതിനെ മുന്നോട്ട് നയിക്കുന്നു. ഭൂമിക്കടിയിലേക്ക് 60 മീറ്ററോളം തുരന്നു കയറാൻ ഈ ബോംബുകൾക്ക് സാധിക്കും. ഉള്ളിലേക്ക് കടന്ന ശേഷം മാത്രം പൊട്ടിത്തെറിക്കുന്ന ഡിലേഡഡ് ആക്ഷൻ ഡിറ്റനേഷൻ സിസ്റ്റം ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ ഭാവിയെക്കുറിച്ചുള്ള ട്രംപിന്റെ നിലപാടിന് വൈസ് പ്രസിഡന്റ് JD വാൻസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയൊക്കെയാണ് ഈ വാർത്ത ഇപ്പോൾ എമ്പാടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇറാന്റെ കളിയാണോ എന്ന് പോലും സംശയമുണ്ട്. അല്ല, ഇറാനൊന്നും ഇത്തരത്തിൽ കയറി അമേരിക്ക അടിക്കാനുള്ള കഴിവൊന്നും ആയിട്ടില്ല എന്നുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. ഏതായാലും ട്രംപ് നയതന്ത്ര ശ്രമങ്ങൾ ഒരിക്കൽ കൂടി ഫലം കണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ ഈ ഒരു നയതന്ത്ര ശ്രമങ്ങളാണ് ഫലം കാണുന്നത്. ഇറാന്റെ ആണവായുധ മോഹങ്ങളെ തടയുക എന്നത് തന്നെയാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത്, പ്രസിഡന്റ് ആദ്യ ദിവസം മുതൽ വ്യക്തമാക്കിയ കാര്യമാണിത്. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ല. ട്രംപിനെയും അമേരിക്കയും വെറുക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിരന്തരം തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടും സമാധാനം സ്ഥാപിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് വീണ്ടും
വലിയ നേട്ടം കൊടുത്തിരിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. അതിനിടെ അമേരിക്കയുമായുള്ള ഈ ധാരണയ്ക്കെതിരെ ഇറാനിൽ വ്യാപകമായ ജനകീയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതായാണ് വിവരം. ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അതേസമയം ഈ കരാർ ഇറാനെ സമ്പൂർണ്ണ നാശത്തിൽ നിന്ന് രക്ഷിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇറാൻ ഇന്നോ നാളെയോ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന് നെതന്യാഹു ആവർത്തിച്ചു. എന്നാൽ US ഇറാൻ സമാധാന കരാർ നിലവിൽ വന്നിട്ടും ലബനൻ, സിറിയ, ഗാസ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കില്ലെന്ന കർശന നിലപാടിലാണ് നെതന്യാഹു ഇപ്പോഴും തുടരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായി തന്നെയാണ് ഈ ഒരു ആക്രമണവും അതുപോലെ തന്നെ ഈ വിമാനത്തിന്റെ തകർച്ചയും ഒക്കെ തന്നെ അപലപിക്കുന്നത്.